لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون സ്നേഹമുള്ള വിശ്വാസിനികളെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ഒട്ടനേകം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ശരിയായ രൂപത്തിൽ കാത്ത് സൂക്ഷിച്ച് അവൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പരിപൂർണമായി പാലിച്ചുകൊണ്ട് നന്മയുള്ളവരായി ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ മൂല്യമറിഞ്ഞ് ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. ഏതൊരു വസ്തുവും അതിനുള്ള മൂല്യം മനസ്സിലാക്കി ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ അതുകൊണ്ട് വിജയിക്കാനാവുകയുള്ളൂ. ഇപ്പം നമുക്ക് അല്ലാഹു നൽകിയ സമ്പത്ത്, ആ സമ്പത്തിൻ്റെ വിലയും നിലയും മനസ്സിലായവർക്ക് മാത്രമേ അത് എന്തിനു കൊടുക്കണം, എന്തിനു കൊടുത്തുകൂടാ എന്ന് കൃത്യമായി മനസ്സിലാക്കി അത് വിനിയോഗിക്കാൻ സാധിക്കുകയുള്ളൂ.
നമുക്ക് ലഭിച്ച വെള്ളവും ഭക്ഷണവും മറ്റേതനുഗ്രഹവും നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ സമയവും ആയുസ്സും എല്ലാം ഈ നിലക്ക് അതിൻ്റെ മൂല്യം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വളരെ അമൂല്യമായ ഒരു അനുഗ്രഹമാണ് ആഴ്ചയിലെ ഒരു വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ ഈ സമുദായത്തിന് പ്രത്യേക അനുഗ്രഹമായി റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയത് ഒരു നേട്ടമായിട്ട് വെള്ളിയാഴ്ചയെ പഠിപ്പിച്ചത് നമുക്ക് ഹദീസുകളിൽ കാണാനാകും. ധാരാളം സവിശേഷതകൾ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഹദീസുകളിൽ നിന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ അഥവാ എല്ലാ ദിവസവും ആ ദിവസങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം എന്ന് പറഞ്ഞാൽ അത് വെള്ളിയാഴ്ച ദിവസമാണ്. എന്നിട്ട് ആ ദിവസത്തിൻ്റെ ചില പ്രത്യേകതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഫീഹി ഖുലിക ആദം വഫീഹി ഉദ്ഖിലൽ ജന്ന. ഫീഹി ഖുലിക ആദം അലൈഹി സ്വലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടത് അഥവാ മനുഷ്യൻ്റെ സൃഷ്ടിപ്പല്ല തുടങ്ങിയത് വെള്ളിയാഴ്ച ദിവസത്തിലാണ്. വഫീഹി ഉദ്ഖിലൽ ജന്ന. വെള്ളിയാഴ്ച ദിവസത്തിലാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചത്. വഫീഹി ഉഖ്രിജ മിൻഹാ. അതേ ദിവസത്തിൽ തന്നെയാണ് സ്വർഗത്തിൽ നിന്ന് അള്ളാഹു ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചതും. വലാ തഖൂമുസ്സാഅ. അന്ത്യനാൾ സംഭവിക്കുകയില്ല ഇല്ലാ ഫീ യൗമിൽ ജുമുഅ. വെള്ളിയാഴ്ച ദിവസത്തിലല്ലാതെ ലോകത്തിൻ്റെ അവസാനം സംഭവിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കേണ്ടതും ഏറെ ഭയത്തോടു കൂടി കാണേണ്ടതുമായൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നമുക്ക് കാണാം, മനുഷ്യരും ജിന്നുകളുമല്ലാത്ത എല്ലാവരും വെള്ളിയാഴ്ചയുടെ പ്രഭാതത്തിൽ ഭയത്തിലായിരിക്കുമെന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് വെള്ളിയാഴ്ച ദിവസത്തിലാണ് ലോകത്തിൻ്റെ അന്ത്യം സംഭവിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ മറ്റു ദിവസങ്ങളില്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ പ്രത്യേകമായി ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളിയാഴ്ച ദിവസത്തിൽ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലൊന്ന്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ഒരു പ്രത്യേക സമയം വെള്ളിയാഴ്ചയിൽ ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. പണ്ഡിതന്മാരത് വിശദീകരിച്ചതിൽ പല സമയങ്ങൾ അവർ പറഞ്ഞെങ്കിലും ഭൂരിപക്ഷവും പറഞ്ഞത് വെള്ളിയാഴ്ചയുടെ അസറിൻ്റെയും മഗ്രിബിൻ്റെയും ഇടയിലുള്ള സമയമെന്നാണ്. നാം തേടുന്ന തേട്ടങ്ങളെ അള്ളാഹു പ്രത്യേകമായി പരിഗണിച്ച് ഉത്തരം നൽകുന്ന ഒരു സമയം. അപ്രകാരം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, വെള്ളിയാഴ്ച ദിവസത്തിൽ അഥവാ വ്യാഴാഴ്ച മഗ്രിബ് കഴിഞ്ഞ് വെള്ളിയാഴ്ച മഗ്രിബിൻ്റെ ഇടയിലുള്ള സമയത്തിൽ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക എന്നത് ഏറെ പുണ്യമുള്ളതായി പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ഇതൊക്കെ ഈ ദിവസത്തിൽ പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ചില കാര്യങ്ങളാണ്. എന്നാൽ വെള്ളിയാഴ്ചയിൽ ഏറ്റവും സവിശേഷമായി നമുക്ക് നിർവഹിക്കാനുള്ളത് ഈ ജുമുഅയുടെ ഖുതുബയിൽ പങ്കെടുക്കുക, നമസ്കാരം നിർവഹിക്കുക എന്നത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 62-ാം അധ്യായം സൂറത്തുൽ ജുമുഅയുടെ 9-ാമത്തെ ആയത്തിൽ നമുക്ക് മനപ്പാഠമുള്ളതാണ് ആ ആയത്ത്. അല്ലാഹു പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ. വിശ്വാസികളെ, വെള്ളിയാഴ്ച ദിവസം ജുമുഅ നമസ്കാരത്തിനു വേണ്ടി അല്ലാഹുവിൻ്റെ ഉത്ബോധനത്തിലേക്ക് നിങ്ങൾ വിളിക്കപ്പെട്ടാൽ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, ആ ഉത്ബോധനത്തിലേക്ക് നിങ്ങൾ വേഗത്തിൽ പോകണേ. വദറുൽ ബൈഅ,
നിങ്ങളുടെ വ്യാപാരങ്ങളെ വ്യവഹാരങ്ങളെ എല്ലാം മാറ്റിവെച്ച് വേഗത്തിൽ റബ്ബിനെ കുറിച്ചുള്ള ആ ഉത്ബോധനത്തിലേക്ക് നിങ്ങൾ മടങ്ങണേ. ذَلِكُمْ خَيْرٌ لَكُمْ إِن كُنتُمْ تَعْلَمُونَ. നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. അപ്പം എല്ലാ കച്ചവടവും വ്യാപാരവും വ്യവഹാരവും ഒക്കെ ഒഴിവാക്കിയിട്ട് വേഗത്തിൽ ആ ജുമുഅയിലേക്ക്, അവിടെയുള്ള ഉപദേശത്തിലേക്ക് നിങ്ങൾ മടങ്ങണമെന്ന്, വേഗത്തിൽ ധൃതിപ്പെട്ടു പോകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, 2 ജുമുഅകൾക്കിടയിലുള്ള സമയം അത് പാപം പൊറുക്കുന്ന സമയമാണ്. അസ്സലവാത്തുൽ ഖംസ് വൽ ജുമുഅതു ഇലൽ ജുമുഅ വ റമളാനു ഇലാ റമളാൻ മുകഫിറാതു മാ ബൈനഹുന്ന ഇദജ്തനബൽ കബായിർ. വൻ പാപങ്ങളെ ഒരാൾ ഒഴിവാക്കിയാൽ 5 നേരത്തെ നിസ്കാരം, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെയുള്ള സമയം, ഒരു റമളാൻ അടുത്ത റമളാൻ വരെയുള്ള സമയം, നമ്മളിൽ നിന്ന് സംഭവിക്കുന്ന വീഴ്ചകളെ നമുക്ക് പുറത്തു കിട്ടാൻ പടച്ച റബ്ബ് അത് മായ്ച്ചു തരാനുള്ള അവസരമാണ്. സഹോദരങ്ങൾ, അത്ര വലിയൊരു അനുഗ്രഹമാണ് ഒരു ജുമുഅ നമസ്കാരത്തിൽ, ഒരു ജുമുഅയിൽ അതിൻ്റെ ഖുത്ബ മുതലുള്ള എല്ലാ കാര്യത്തിലും പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും കിട്ടൂല. ചില നിബന്ധനകൾ അതിന് പാലിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ യഗ്തസിലു റജുലുൻ യൗമൽ ജുമുഅ. ഒരാൾ വെള്ളിയാഴ്ച ദിവസത്തിൽ കുളിക്കുന്നില്ല. എങ്ങനെയല്ലാതെ എന്ന് അവസാനം പറയും. ഒരാൾ കുളിക്കുന്നു. വയതതഹറു മസ്തതാഅ മിൻ തുഹരി. കഴിയുന്നത്ര ശുദ്ധി വരുത്തുന്നു. ഈ കഴിയുന്നത്ര ശുദ്ധി വരുത്തുക എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ചുളിഞ്ഞ ഭാഗങ്ങൾ, വിരലിൻ്റെയും അടക്കുകൾ, ഇവിടങ്ങളിലൊക്കെ കാൽമുട്ടിൻ്റെയും കൈമുട്ടിൻ്റെയും ഒക്കെ ഇടയിലേക്ക് ശരിക്ക് വെള്ളം എത്തി എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഒരാൾ ശുദ്ധിയാകുക. എണ്ണയും അതുപോലെ തന്നെ പുരുഷന്മാർ സുഗന്ധവും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. എന്നിട്ട് അവൻ പള്ളിയിലേക്ക് പുറപ്പെടുന്നു. ഒരു സൊഫയിലിരിക്കുന്ന 2 ആളെങ്ങനെ മാറ്റി വകഞ്ഞു മാറ്റി എടുത്തു ചാടി പോകാതെ കിട്ടിയ സ്ഥലത്ത് അവൻ ഇരിക്കുന്നു. വന്ന് അവന് അള്ളാഹു നിശ്ചയിച്ച ആ സുന്നത്തു നമസ്കാരം അവൻ നിർവഹിക്കുന്നു. ഇമാം ഖുത്ബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നിശബ്ദമായിരുന്നത് കേൾക്കുന്നു. ഇതൊന്നും അവൻ ചെയ്യുന്നില്ല. എങ്ങനെയല്ലാതെ ആ ജുമുഅയുടെയും അടുത്ത ജുമുഅയുടെയും ഇടയിലെ പാപം അള്ളാഹു അവന് പുറത്തു കൊടുത്തിട്ടല്ലാതെ. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഒന്ന് കുളിക്കണം. നമ്മളെല്ലാവരും എല്ലാ ദിവസവും കുളിക്കുന്നവരാണ്. കുളിക്കുക എന്ന് പറഞ്ഞാൽ ജനാബത്തിന് നമ്മൾ കുളിക്കുന്നത് പോലെ, ജനാബത്തുകാരൻ ശുദ്ധിയാകാൻ നിർബന്ധ കുളിക്കുന്നത് പോലെ ജുമുഅക്ക് വേണ്ടി എന്ന നിയ്യത്തോടു കൂടി കുളിക്കണം. ശരീരത്തിൽ എല്ലായിടത്തും പരമാവധി ശുദ്ധിയാക്കാൻ അവൻ ശ്രദ്ധിക്കണം. എന്നിട്ട് എണ്ണ ഉപയോഗിച്ച്, പുരുഷന്മാർ സുഗന്ധമൊക്കെ ഉപയോഗിച്ച് നേരത്തെ പുറപ്പെട്ട് പള്ളിയിലേക്ക് വന്ന് മറ്റുള്ളവരെ ചാടിക്കടക്കാതെ അവിടെ സുന്നത്ത് നിസ്കരിച്ച് മിണ്ടാതിരുന്ന് ഖുതുബ ശ്രദ്ധിച്ചാലാണ് ഈ പറഞ്ഞ നേട്ടം ലഭിക്കുക. ഇനി ഈ ഹദീസിനോട് ചേർന്ന് ചില കാര്യങ്ങൾ മറ്റു ചില ഹദീസുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മളിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇതുപോലെ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, വലബിസ മിൻ അഹ്സനി സിയാബിഹി. അവൻ്റെ വസ്ത്രത്തിലെ ഏറ്റവും നല്ലൊരു വസ്ത്രം അവൻ ധരിക്കുന്നു. അപ്പോൾ കുളിക്കുക, വൃത്തിയാവുക എന്ന് പറഞ്ഞതുപോലെ തന്നെ നല്ല ശുദ്ധിയുള്ള, വൃത്തിയുള്ള നല്ല വസ്ത്രം ധരിക്കണം. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ ഇടയിൽ പറഞ്ഞത്, നേരത്തെ എത്തുന്നു പള്ളിയിലേക്ക്. ആദ്യമെത്തിയവന് ഒരു ഒട്ടകത്തെ അറുത്തു ബലിയറുത്ത് ദാനം ചെയ്തവന്റെ കൂലി, പിന്നെ വരുന്നവന് പശുവിനെ, ആടിനെ, അതുപോലെ തന്നെ കോഴിയെ, അവസാനം ഒരു കോഴിമുട്ടയെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വതക്ക കൊടുത്തവന്റെ കൂലിയുണ്ട്. നേരത്തെ വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുൻപ് ഇമാമ് മിമ്പറിൽ കയറി സലാം പറഞ്ഞിരിക്കുക, എന്നിട്ടാണല്ലോ ബാങ്ക് വിളിക്കുക. അതിൻ്റെ മുമ്പ് പള്ളി കയറുമ്പോഴാണ് മലക്കുകളുടെ രേഖയിൽ നമ്മളുടെ പേര് രേഖപ്പെടുത്തപ്പെടുക എന്ന്. അപ്പം നേരത്തെ വരിക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു സ്വഹാബിമാരിൽ വളരെ പ്രമുഖരായ ചില ആളുകൾ വൈകി വന്ന സമയത്ത് പറഞ്ഞു,
ബാങ്ക് കൊടുത്തിട്ട് ഈ വൈകി വരുന്ന ഈ ആളുകളുടെ അവസ്ഥ എന്താണ് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാം. അത് കയറി വന്നാൽ എവിടെങ്കിലും പോയിരിക്കല്ല, എവിടെ ഇരിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വേറെ ഹദീസുകൾ വിശദീകരിക്കുമ്പോൾ പറയാണ്, മിനൽ ഇമാമി ഫസ്തമഅ. കയറി വന്നിട്ട് ഇമാമിനോട് ഏറ്റവും അടുത്ത് എവിടെ ഇരിക്കാൻ പറ്റുമോ അവിടെ ഇരിക്കണം. അപ്പോൾ മുന്നെന്ന് ഇരുന്ന് തുടങ്ങണം. രണ്ട് ഹദീസ് ഒന്ന് ചേർത്ത് വായിച്ചു നോക്കി. മുന്നെന്ന് ഇമാമിനോട് അടുത്തിരുന്ന് തുടങ്ങണം, എന്നാൽ രണ്ടാളെ ചുമല് ചാടിക്കടന്ന് പോകാൻ പാടില്ല. അതിൻ്റെ അർത്ഥം എന്താ? ആദ്യം വരണോല് മുന്നെന്ന് ഇരുന്ന് തുടങ്ങിയാൽ പിന്നെ വരുന്നവർക്ക് ചാടിക്കടന്ന് പോകേണ്ട അവസ്ഥ ഉണ്ടാകൂല. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, സ്വഹാബിമാർ പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഇസ്തവ അലൽ മിമ്പർ ഇസ്തഖബൽനാഹു ബിവുജൂഹിനാ. പ്രവാചകൻ മിമ്പറിൽ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ പ്രവാചകനിലേക്ക് ഞങ്ങളുടെ മുഖം കൊണ്ട് തിരിയുമായിരുന്നു. ഇമാമിനു നേരെ മുഖം തിരിച്ച് ജുമുഅക്ക് ഇരിക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മുട്ടു കെട്ടിവെച്ച് ഇരിക്കരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നഹാ അനിൽ ഹുബ്വതി യൗമൽ ജുമുഅ വൽ ഇമാമു യഖ്തുബ്. ഇമാമ് ഖുതുബ നിർവഹിക്കുന്ന സമയത്ത് കാൽമുട്ടുകൾ വസ്ത്രം കൊണ്ടോ കൈ കൊണ്ടോ കെട്ടിവെക്കുക എന്ന് പറഞ്ഞാൽ കാലിൻ്റെ പാദം നിലത്ത് വെച്ച് കാൽമുട്ട് ഉയർത്തി വെച്ച് കൈകൊണ്ട് അതിങ്ങനെ കൂട്ടിപ്പിടിച്ചിരിക്കുക. അങ്ങനെയുള്ള ഇരുത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിരിക്കുന്നു. അപ്രകാരം തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, സ്വഹാബത്ത് പറഞ്ഞു, നഹൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ യുഖീമ അർറജുലു അഖാഹു മിൻ മഖഅദിഹി വയജ്ലിസു ഫീ. ഒരാളെ എഴുന്നേൽപ്പിച്ച് അയാളുടെ സ്ഥലത്ത് പോയിരിക്കുക, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചതാണ്. അപ്പോൾ ഇത് ഈ പറയുന്ന ആളോട് പിന്നെ ചോദിക്കാണ്, ഖുൽതു ലി നാഫിഇൻ, ഞാൻ നാഫിഇനോട് ചോദിച്ചു, അൽ ജുമുഅ, ജുമുഅയുടെ കാര്യത്തിലാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാര്യം പറഞ്ഞത്? ഖാല, അദ്ദേഹം പറഞ്ഞു, അൽ ജുമുഅ വഗൈറഹ. ജുമുഅയാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഒരു സദസ്സിൽ ഒരാൾ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽപ്പിച്ച് അവിടെ പോയി ഇരിക്കുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിരിക്കുന്നു. മറ്റൊരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു, ഇദാ ഖുൽത ലിസ്വാഹിബിക യൗമൽ ജുമുഅ, നീ നിന്റെ കൂടെയുള്ള ഒരാളോട് നീ പറഞ്ഞു, അൻസിത്, മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു, വൽ ഇമാമു യഖ്തുബ്, ഇമാമ ഖുതുബ നിർവഹിക്കുന്ന സമയത്ത് നിന്റെ അടുത്തിരിക്കുന്ന ഒരാളോട് മിണ്ടാതിരിക്കൂ എന്ന് നീ പറഞ്ഞാൽ പോലും ഫഖദ് ലഗൗത, നീ ഒരു അനാവശ്യം പ്രവർത്തിച്ചിരിക്കുന്നു. എന്താ ഇതിൻ്റെ അർത്ഥം? രണ്ടാൾ വർത്താനം പറയുമ്പോൾ മിണ്ടാതിരിക്കടാന്ന് പറഞ്ഞാൽ പോലും അത് പറയാൻ പോലും പറ്റൂല എന്നാ പറഞ്ഞത്. അത്ര പോലും നമ്മൾ ജുമുഅയുടെ ഖുതുബ നിർവഹിക്കുന്ന സമയത്ത് സംസാരിക്കാതിരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചത് ഇതുപോലെ ഓരോ നിബന്ധനകൾ വിശദീകരിച്ചു പോകുന്ന ഹദീസാണ്. ആ ഹദീസിന്റെ ഒരു ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, വമൻ മസ്സൽ ഹസാ ഫഖദ് ലഗാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി എന്ന് പറഞ്ഞാൽ മണലിലാണ്. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെയുള്ള കല്ലുകൾ കൊണ്ട് ഒരാൾ ഇങ്ങനെ കളിച്ചാൽ പോലും അവനൊരു അനാവശ്യം പ്രവർത്തിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, ഒരുപാട് ഹദീസുകൾ ഈ വിഷയങ്ങൾ വിശദീകരിച്ചാൽ ഇതിലെ ചില ഹദീസുകളിലെ ചില വരികളും വാക്കുകളും മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തിയത്. ഇതൊക്കെ പാലിക്കുന്നവനാണ് ജുമുഅ കൊണ്ട് പാപം പൊറുക്കപ്പെടുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഞാൻ ഇന്ന് ഈ പള്ളിയിൽ ജുമുഅ നിയ്യത്താക്കിയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരോടുമാണ് ചോദിക്കുന്നത്, ഈ പറഞ്ഞതൊക്കെ പാലിച്ച് ഇന്നത്തെ ജുമുഅ നമുക്ക് എത്ര ആൾക്ക് കിട്ടിയിട്ടുണ്ടാവും? സഹോദരങ്ങളെ, നമ്മൾ എന്തായാലും ഇതിന് ഒരുങ്ങി പുറപ്പെട്ട് പോരുന്ന ആൾക്കാരാണ്. ഇത് പടച്ചോ നമുക്ക് കൂലി തരുമെന്ന് വിചാരിച്ച് ഉറപ്പുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഒരു നിസ്കാരമടക്കം നമ്മൾ ഇവിടെ ഒരു 12:45 മുമ്പ് എത്തി, നമ്മളൊരു 1:20 പിരിഞ്ഞു പോയിട്ട് നമുക്ക് ഈ 3/4 മണിക്കൂർ സമയം നമ്മൾ കടയിലിരുന്ന ഒരു കച്ചവടം കിട്ടൂല എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? കിട്ടും സഹോദരങ്ങളെ. നമ്മൾ ഈ സമയത്ത് കടയിലിരുന്നാൽ കച്ചവടം നമുക്ക് കിട്ടും. പക്ഷെ ആ കിട്ടുന്ന ഉറപ്പുണ്ടായിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നാൽ എന്താ? ഇതിന് കൂലി കിട്ടുമെന്ന് കരുതിയിട്ടാണ്. കൂലി കിട്ടുമെന്ന് കരുതിയിട്ട് കട അടച്ചു പോരുമ്പോൾ സഹോദരങ്ങൾ ഒരു 5 മിനിറ്റ് മുമ്പ് അടച്ചു പോകുന്ന ഈ പറഞ്ഞ എല്ലാ കൂലി നമുക്ക് കിട്ടൂലേ? വന്നിരിക്കുമ്പോൾ എവിടെയെങ്കിലും കയറിയിരിക്കാതെ മുന്നിലെ സൊഫ് മുതൽ ഇരുന്ന് തുടങ്ങിയാൽ ഈ പറഞ്ഞ പ്രതിഫലം നമുക്ക് കിട്ടൂലേ?
ചാടിക്കടന്നു പോരേണ്ട ഒരു അവസ്ഥ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ വരികയും നേരത്തെ വന്നവർ മുന്നിൽ നിന്ന് ഇരുന്ന് തുടങ്ങുകയും ഇരിക്കുന്നത് ഖുത്ബ നിർവഹിക്കുന്ന സമയത്ത്. ഇനി ബാക്കിയുള്ള സമയത്തൊക്കെ നമ്മുടെ ശാരീരിക അവസ്ഥയ്ക്ക് ഇരുന്ന് ഖുത്ബ നിർവഹിക്കുന്ന സമയത്തെങ്കിലും മിമ്പറിലേക്ക് മുഖം തിരിച്ചിരുന്ന് നമുക്ക് ഈ പ്രതിഫലം വാങ്ങിക്കൂടെ സഹോദരങ്ങളെ? നിശബ്ദമായിരിക്കണം. ശബ്ദമുണ്ടാക്കി ഒരാളുടെ ഖുത്ബ അയാൾക്ക് കിട്ടേണ്ട കൂലി നഷ്ടപ്പെടുന്നത് കണ്ടിട്ട് അയാളോടൊന്നും മിണ്ടാതിരിക്ക് എന്ന് പോലും നിങ്ങൾ പറയരുത്. അത്രത്തോളം സംസാരിക്കുന്ന കാര്യം ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, ആകെ 20-25 മിനിറ്റ് സമയമാണ് ഖുത്ബയുണ്ടാകുന്നത്. ആ സമയത്തൊന്ന് നിശബ്ദമായി ഇരുന്നുകൂടെ നമുക്ക്? ഒരു മണലിലിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെയുള്ള കല്ലൊന്ന് ചിലപ്പോൾ അങ്ങോട്ട് നീക്കി വെക്കും. നമ്മൾ ഈ കാർപ്പറ്റിലിരിക്കുമ്പോൾ ചിലപ്പോൾ അവിടെ വെറുതെ ഒന്ന് കൈ കൊണ്ടൊന്ന് വരച്ചു നോക്കും. അതുപോലും ഒരു തെറ്റാണ് എന്ന് പറയുമ്പോൾ എങ്ങനെ സഹോദരങ്ങളെ? ഞാനിവിടെ ഇരിക്കുന്ന ആളുകളെ കുറിച്ച് പറയല്ല, ഞാൻ ചില ദുഃഖകരമായ കാഴ്ചകൾ എനിക്കിവിടെ ഖുത്ബക്കല്ലാതെ ഞാൻ ജുമുഅയിൽ പങ്കെടുത്ത സമയത്ത് എനിക്ക് കാണേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ബോധപൂർവമാണ് ഈ വിഷയം ഓർമ്മപ്പെടുത്തുന്നത്. മൊബൈൽ എടുത്ത് കളിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൻ്റെ കച്ചവടം നടത്തുക, അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന ആൾക്കാരെ വിളിച്ച് അപ്പുറത്തുള്ള ആൾക്കാരെ നീങ്ങി ഇവിടെ ഇരിക്കുമെന്ന് പറയാം, എന്നിട്ട് വർത്താനം പറഞ്ഞിരിക്കുക. ഇഖാമത്ത് കൊടുക്കുന്നത് വരെ വേറെന്തോ ശ്രദ്ധയിലിരിക്കുക. സഹോദരങ്ങളെ, ആ കച്ചവടത്തിനാണെങ്കിൽ കടയിലിരുന്ന പോലെ നമുക്ക് പള്ളിയുടെ അകത്ത് വിൽപ്പന നടത്തുന്നത് അല്ലാത്ത സമയത്ത് പോലും പള്ളിൻ്റെ ഉള്ളിലെ കച്ചവടം പാടില്ലെന്ന് പഠിപ്പിച്ചതാണ്. കളഞ്ഞു പോയൊരു വസ്തു, ഇന്നൊരു വസ്തു പോയിട്ടുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയോ എന്ന് ചോദിക്കുന്നത് കേട്ടപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിന്റെ ആ വസ്തു കിട്ടാതിരിക്കട്ടെ. അതുപോലും പറയാൻ പറ്റാത്ത സ്ഥലമാണ് പള്ളി എന്ന് പറയുമ്പോൾ എങ്ങനെ സഹോദരങ്ങളെ നമുക്കിത് സാധിക്കുക? എന്താ നമുക്കൊന്ന് നേരത്തെ വന്ന എന്തോ ശൈത്താന് നമ്മളിങ്ങനെ ഒരു ദിവസം എന്തോ കാരണം കൊണ്ട് വൈകിയതാണ്, ഒരു ദിവസം എന്തോ കാരണം കൊണ്ട് വൈകിയതാ. പിന്നെ നമുക്കിങ്ങനെ തോന്നാണ്, കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ 12:50 കയറിയത്, ബാങ്ക് കൊടുത്തിട്ടാണ് കയറിയത്. പിന്നെ പിശാച് അതുമൊന്ന് പിന്നെ നമ്മളെ പിറകോട്ട് വലിച്ചു കൊണ്ടുപോകുക. ഞാൻ പറയുന്നത്, ഇന്നൊരു പക്ഷേ ഈ പള്ളിയിലെ 3-4 സൊഫിലിരിക്കുന്ന ആളുകൾക്കായിരിക്കും ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഈ പള്ളി കയറിയതിൻ്റെ കൂലി പൂർണ്ണമായി വാങ്ങാൻ അവസരം കിട്ടിയവരുണ്ടാകുക. എവിടെയായിരുന്നു സഹോദരങ്ങളെ നമ്മൾ? എവിടെയായിരുന്നു നമ്മൾ? വേറെ ഏത് വക്തിൻ്റെ ആണെങ്കിലും എനിക്ക് ഇഖാമത്ത് എപ്പോഴാണെന്ന് എനിക്ക് അറിയില്ലാന്നെങ്കിലും പറയാം. 12:45 ഇവിടെ ബാങ്ക് വിളിക്കാൻ അറിയാത്ത ആരാ സഹോദരങ്ങളെ ഇവിടെ ഉള്ളത്? എന്താ ഒരു ചെറിയ ശ്രദ്ധയുണ്ടെങ്കിൽ എത്രയോ നന്മകൾ നമുക്ക് വാങ്ങിക്കൂട്ടാൻ പറ്റുന്ന എന്തൊക്കെ സഹോദരങ്ങളെന്ന് ആലോചിച്ച് നോക്കി. 168 മണിക്കൂറിൻ്റെ ഉള്ളിൽ വാക്കും പ്രവൃത്തിയും ചിന്തയും നോട്ടവുമായി എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും കഴിഞ്ഞൊരാഴ്ച നമ്മളിൽ. സകലതും പുറത്തു തരാൻ പടച്ച റബ്ബ് നമ്മളുടെ മുന്നിൽ ഒരു അവസരം തന്നിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ ഇതിനെ ഉപയോഗപ്പെടുത്താൻ എന്നത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. നമ്മൾ കുളിച്ചു, ഈ നീയത്ത് വെച്ച് കുളിക്കാൻ നമുക്ക് സാധിച്ചോ? ഒന്ന് ഒരുങ്ങി തയ്യാറാകലാണത്. നമുക്ക് നമ്മുടെ ശരീരത്തെ പൂർണ്ണമായി വൃത്തിയാക്കാൻ നമുക്ക് പറ്റുമോ? നേരത്തെ വരാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമ്മളുടെ അടുത്തുണ്ടാകണം. പടച്ചോൻ പറഞ്ഞില്ലേ, എല്ലാ കച്ചവടവും വ്യാപാരവും ഒഴിവാക്കിയിട്ട് നിങ്ങൾ പോയിക്കോളി ജുമുഅക്ക്. നിങ്ങൾക്ക് കാര്യം തിരിയുമെങ്കിൽ മനുഷ്യരെ നിങ്ങൾക്ക് അതാണ് ഉത്തമം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. 12:40 അല്ലെങ്കിൽ 35 ഇങ്ങനെ ഷട്ടർ താഴ്ത്തുമ്പോൾ ഒരാൾ വരികയാണ്. ഇപ്പം നമുക്ക് തോന്നാണ് അയാൾക്കും കൂടി എടുത്തു കൊടുക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വന്ന് നമുക്കിവിടെ പരലോകത്തേക്ക് കിട്ടേണ്ട ലാഭം നഷ്ടപ്പെടുത്തിയിട്ട് 10 റുപ്യേൻ്റെ ലാഭം ദുനിയാവിൽ നമ്മൾ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇതൊക്കെ ഉള്ളതാണെന്നും ദീനിലുള്ളതാണെന്നും പരലോകത്തേക്ക് വേണ്ടിയാണ് എന്നും ബോധ്യമുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ഇതൊക്കെ അതിൻ്റെ വ്യവസ്ഥക്കും നിബന്ധനകൾക്കും ചിട്ടക്കും അനുസരിച്ച് നമുക്ക് നിർവഹിക്കാനാകണം. വന്നാൽ ഏറ്റവും മുന്നിൽ നിന്നുള്ള സ്ഥലത്ത് ഇരിക്കാൻ നോക്കണം. നേരത്തെ വന്നിട്ട് പോലും ആ ബെഞ്ചും അങ്ങനെ ഇരിക്കുക, വരാന്തയിലിരിക്കുക, കോണിമ കയറിയിരിക്കുക. സഹോദരങ്ങളെ, ആരെയാണ് നമ്മൾ ബോധ്യപ്പെടുത്തുന്നത്? പടച്ചോൻ ഇത് കാണുന്നുണ്ട് എന്ന ബോധ്യം ഉണ്ടാകണ്ടേ? ഒരു ജമാഅത്ത് നിസ്കരിച്ച് ഒന്നിച്ച് ജമാഅത്ത് കഴിഞ്ഞ് വേർപിരിഞ്ഞിരിക്കുന്നവർ പോലും 10-1, 9-1, 8-1, 7-1, 6-1, 5-1, 4-1, 3-1 പകുതിയും കൂലി കിട്ടിയവരുണ്ടാകും അവരിൽ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. ഒറ്റ ജമാഅത്തിൽ നിസ്കരിച്ചോലാണ്. എന്തറിയോ? നിയ്യത്ത്, ഇഖ്ലാസ്, നമ്മളെ മനസ്സിൻ്റെ താല്പര്യമൊക്കെ വളരെ പ്രധാനം. അതുകൊണ്ട് വേഷം കെട്ടലുകൾ ആളുകൾക്കിടയിലെ സാധ്യതയുള്ളൂ. റബ്ബിൻ്റെ മുന്നിൽ ഇതൊന്നും സാധ്യമല്ല എന്ന ബോധ്യം നമുക്കുണ്ടാക്കണം. പടച്ച റബ്ബ് ഈ ഉമ്മത്തിന് ഏറെ അനുഗ്രഹിച്ച് നൽകി ഈ ഒരു സമയത്തെ
അത് ബോധപൂർവം ഉപയോഗപ്പെടുത്താൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നാം നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിലെ ഏറ്റവും പുണ്യകരമായ, ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇന്ന അഫ്ളലസ് സ്വലവാതി ഇൻദല്ലാഹി സ്വലാത്തുസ് സുബ്ഹ് യൗമൽ ജുമുഅത്തി ഫീ ജമാഅത്തി. മനുഷ്യർ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിലെ ഏറ്റവും പുണ്യമുള്ള നിസ്കാരം സ്വലാത്തുസ് സുബ്ഹ്, സുബ്ഹ് നമസ്കാരമാണ്. യൗമൽ ജുമുഅത്തി, വെള്ളിയാഴ്ച ദിവസം, ഫീ ജമാഅത്തി, ജമാഅത്തായിക്കൊണ്ട്. മനുഷ്യൻ നിസ്കരിക്കുന്ന നിസ്കാരത്തിലെ ഏറ്റവും കൂലിട്ടുള്ള നിസ്കാരം വെള്ളിയാഴ്ചത്തെ സുബഹി ജമാഅത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്. പൊതുവെ സുബഹ് നമസ്കാരം ഏറെ പ്രതിഫലാർഹമാണ് എന്നും സുബഹ് ഒരാൾ ജമാഅത്തായി നിർവഹിച്ചാൽ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചവൻ്റെ കൂലിയുണ്ട് എന്നും സുബഹിനും ഇശാഇനും വരാൻ കഴിയാതെ അല്ലെങ്കിൽ അതിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്തവർ കപടവിശ്വാസികൾക്കായിരിക്കും അത് ഏറ്റവും ഭാരമുണ്ടാവുക എന്നുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തിയതാണ്. ഈ ജുമുഅയുടെ കാര്യം പറയും പോലെ തന്നെ സഹോദരങ്ങളെ, സുബഹ് ശരിക്ക് ജമാഅത്ത് തെറ്റാതെ കിട്ടാൻ പറ്റിയൊരു സമയമാണ്. പ്രത്യേകിച്ച് ഈ തണുപ്പ് കാലം നമ്മൾ എടുത്തു നോക്കിയാൽ നല്ല ചോക്കാണ്. രാത്രി കൂടുതലുള്ള സമയമാണ്. ഇപ്പോൾ രാത്രി കൂടുതലുള്ള സമയം 6 മണിയൊക്കെയാകും നമ്മളുടെ നിസ്കാരം തുടങ്ങുമ്പോൾ. എന്നിട്ട് നമുക്ക് എത്ര ആൾക്ക് സുബഹ് ജമാഅത്ത് ലഭിക്കുന്നുണ്ട് എന്ന് ആലോചിച്ച് നോക്കണം. ഇന്ന് ഇപ്പം നമ്മൾ ആ ശ്രേഷ്ഠമായ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പുണ്യമുള്ളൊരു നിസ്കാരത്തിൻ്റെ സമയം കഴിഞ്ഞല്ലോ ഇന്നത്തെ സുബഹ്, വെള്ളിയാഴ്ചയിലെ സുബഹ് ജമാഅത്ത്. ഈ ഇരിക്കുന്ന നമുക്ക് എത്ര ആൾക്ക് ഇന്ന് സുബഹ് ജമാഅത്ത് കിട്ടി? ഈ പള്ളിയിലേക്ക് വരാൻ പറ്റുന്ന അല്ലെങ്കിലും ഏതെങ്കിലുമൊക്കെ ഒരു പള്ളിയിൽ പങ്കെടുക്കാൻ പറ്റിയവർ തന്നെ അല്ലേ സഹോദരങ്ങളെ നമ്മളൊക്കെ? എന്തറിയോ, ഓരോരുത്തരും ആരാധന നിർവഹിച്ചിരുന്ന ആരാധനാലയങ്ങൾക്ക് പുതിയ അവകാശികളൊക്കെ വരുമ്പോൾ നമുക്കിങ്ങനെ ചോര തിളക്കുന്നുണ്ട്. എന്താ പ്രതികരിക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും സ്വസ്ഥവും സമാധാനമായിട്ട് ആരാധന നിർവഹിക്കാൻ പറ്റിയ പള്ളിയിൽ നമ്മൾ എത്ര ആളുണ്ട്? പടച്ചോൻ വെറുതെ സഹായിക്കാമെന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. പടച്ചോൻ്റെ സഹായം കിട്ടണമെങ്കിൽ അങ്ങോട്ട് ചെയ്തു കൊടുക്കാൻ പറഞ്ഞൊക്കെ ചെയ്തു കൊടുക്കണം. അവരെ സഹായിക്കാനേ പടച്ചോൻ ഏറ്റിട്ടുള്ളൂ. അതുകൊണ്ട് ഓരോന്നും ഓരോ ദിവസവും കൈവിട്ടു പോകുമ്പോൾ എത്ര കാലം ഉണ്ടാവും എന്നറിയില്ല. ഉള്ള കാലത്ത് ഞാൻ ചെയ്തിട്ടുണ്ട് റബ്ബേ എന്ന് നമുക്ക് പറയാൻ പറ്റണം. അപ്പോഴേ സഹോദരങ്ങളെ കൈ നീട്ടിയിട്ട് സഹായം തരണേ റബ്ബേ എന്ന് പറയാനുള്ള അർഹത നമുക്കുണ്ടാകുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഇപ്പോൾ നമ്മളോടൊരു സഹോദരി, ഇവിടെ പള്ളിയിൽ പങ്കെടുക്കുന്നൊരു സഹോദരി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാൽമുട്ടിന് വല്ലാത്ത വേദനയാണ്, നടക്കാനും ഇത്തരം കാര്യങ്ങളിലേക്ക് വരാനും കഴിയുന്നില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അള്ളാഹു ആ സഹോദരിയുടെ പ്രയാസം നീക്കി കൊടുക്കുമാറാകട്ടെ. എന്തെങ്കിലുമൊക്കെ ഒരു വേദനയും പ്രയാസമൊക്കെ വന്നാലേ ആഗ്രഹിച്ചിങ്ങനെ കിടക്കേണ്ടി വരും. വെള്ളം നിറച്ച കിടക്കൻ്റെ മേലെ ഇങ്ങനെ ബാങ്കും കേട്ട് കിടക്കുമ്പോൾ മനസ്സിലൊന്ന് പള്ളിക്ക് എത്താനുള്ള ആഗ്രഹം ഉണ്ടാവും, കഴിഞ്ഞോളണമെന്നില്ല. അതുകൊണ്ട് പടച്ചോൻ തന്ന ആയുസ്സിനെയും ആരോഗ്യത്തെയും ബോധപൂർവം ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഭാഗ്യവാന്മാരാകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ യുവത്വവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയും വരുന്ന ശനി ഞായർ നാളെയും മറ്റന്നാളും നടക്കുന്ന നമ്മുടെ യൂത്ത് കോൺഫറൻസിൻ്റെ കാര്യം ഓർമ്മപ്പെടുത്തുകയും ചെയ്തതാണ്. ഇൻഷാ അല്ലാഹ് രജിസ്റ്റർ ചെയ്ത ആളുകൾ രാവിലെ 9 മണിക്ക്, ഞായറാഴ്ച രാവിലെ 9 മണിക്ക് ഇവിടെ നമ്മുടെ വണ്ടി പുറപ്പെടും. ആ സമയത്തേക്ക് എല്ലാവരും എത്തിച്ചേരാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 18-ൻ്റെയും 45-ൻ്റെയും ഇടയിൽ പ്രായമുള്ള മുഴുവൻ സഹോദരി സഹോദരങ്ങളും ഇനിയും നമുക്ക് അവസരമുണ്ട്. രജിസ്ട്രേഷന് കഴിയുന്ന ആളുകളൊക്കെ പോരാൻ ശ്രദ്ധിക്കുക. പടസർബ് എല്ലാ നന്മകൾക്കും നമ്മെ തുണക്കുമാറാകട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ശാരീരിക സാമ്പത്തിക മാനസിക പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. രോഗത്തിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച റബ്ബ് നമ്മളിൽ നിന്ന് ഈമാൻ ഉൾക്കൊണ്ട് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഖബറിടത്തിന് വിശാലതയെ പ്രദാനം ചെയ്യുമാറാകട്ടെ.
മഗ്ഫിറത്തും മർഹമത്തും നൽകി റബ്ബ് അവരെ എല്ലാവരെയും ആദരിക്കുമാറാകട്ടെ. എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ അള്ളാഹു നമ്മെ തിരിച്ചു വിളിക്കുകയാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച് മരിക്കാൻ കഴിയുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പരീക്ഷണങ്ങളും പീഡനങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസവും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ജീവിക്കുന്ന ഈ നാടിൻ്റെ നന്മയും ഒരുമയും ഐക്യവും സമാധാനവും സന്തോഷവും ഈ രാജ്യത്ത് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. അതിനെ തകർക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളെയും അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാഅക അഅദാഅദ്ദീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വസ്സലാമു അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.